കേരളത്തിലെ അവസ്ഥ അറിയാലോ, ലഹരിയുടെ പിടിയിലാണ്. നമ്മുടെ സ്കൂളുകൾ എല്ലാം ഈ മാഫിയയുടെ പിടിയിലാണ്. അപ്പോൾ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനൊരു വീഡിയോ, മറ്റേ നാർക്കോട്ടിക് ഇതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു ബാംഗ്ലൂർ ഞാൻ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രസൻ്റ്ലി വർത്തമാനകാലത്ത് ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്ത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം ഇത് തന്നെയാണ്. പക്ഷേ അതിനൊരു കാര്യമുണ്ട്, ചില കാര്യങ്ങളിൽ നിയമം വഴിയേ മാറ്റാൻ പറ്റുള്ളൂ. അതായത് സ്ട്രിക്റ്റർ ലോസ്, പണിഷ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യത്തെ ചില കാര്യങ്ങൾ അങ്ങനെ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇൻഡിവിജ്വലി നമുക്കറിയാം, പക്ഷേ ഹെൽപ്ലെസ്സാണ് പലപ്പോഴും. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു, വേറെ സ്ഥലത്ത് അത് സൈഡിലൂടെ വരുമ്പോൾ പറയുമ്പോൾ നമ്മൾ ഒരു ഓട്ടയുള്ള കലത്തിൽ വെള്ളം കോരി ഒഴിക്കുന്ന ഒരു പ്രതീതിയാണ്. ചില കാര്യങ്ങൾ നിയമം വഴി നിർത്തണം. അത് അങ്ങനെ ഒരു സ്ട്രിക്റ്റർ ബാനുമാണ്. പല രാജ്യത്തുണ്ടല്ലോ, പിടിച്ചു കഴിഞ്ഞാൽ അവർ ബിഹെഡ് ചെയ്യും. ഇപ്പം ഈവൻ ബാങ്കോക്കിലൊക്കെ സിനിമയില്ലേ, ബാങ്കോക്കിൽ. അപ്പോൾ അതേപോലത്തെ കുറേ ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾക്ക് ചിലത് നിയമം വഴി ചെയ്യണം, ചിലത് അവയർനെസ് വഴി ചെയ്യണം, അതായത് അവബോധം കൊടുക്കണം. ഇതങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളൊരാളോട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് റിമൈൻഡറായിട്ട് വരാം. സ്ട്രിക്റ്റായി കൂട്ടുക, അപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നും. നമുക്ക് പ്രൊഹിബിറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. തീർച്ചയായും അതെ. അപ്പോൾ ഇതൊരു ടെക്നിക്കൽ സബ്ജക്റ്റാണ്. അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിയമം ടൈറ്റൻ ചെയ്യണം. ഒന്ന്, വാട്ടർ ടൈറ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ അവയർനെസ് കൊടുക്കുക. അങ്ങനെ അവയർനെസ് കൊടുക്കുന്ന സമയത്ത് ഈ സപ്ലൈ ഇല്ലെങ്കിൽ ഡിമാൻഡും കുറയുമല്ലോ. അങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യണം. പിന്നെയുള്ളവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അതായത് അഡിക്റ്റഡ് ആയി പോയവരെ. അപ്പോൾ ഈ 3 ലെവലിൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇവിടെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു, പുകവലിക്കുന്നത് മഹാപരാധമാണോ എന്നുള്ളത്, വലിയ തെറ്റാണോ എന്ന്. അതും നമ്മുടെ സാംസ്കാരിക മന്ത്രി. അപ്പോൾ അതും തെറ്റായ മെസ്സേജല്ലേ കൊടുക്കുന്നത്. നോക്കൂ, നമുക്ക് ഇപ്പോൾ ആൾക്കാർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ പോലും പറ്റില്ല. എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് എനിക്ക് ഞാൻ ആ സബ്ജക്റ്റ് അറിയാത്തതുകൊണ്ട് പറയുകയാണ്. എൻ്റെ കോണ്ടെക്സ്റ്റ് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ സ്മോക്കിംഗ് ഒരു ഫാഡ് അല്ലാണ്ടായിരിക്കണം ലോകത്ത്. പുകവലിക്കുന്നതൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മുമ്പ് അറിയില്ലേ, ഈ പ്ലെയിനിലൊക്കെ പുകവലിക്കുന്ന സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്ലെയിനിൽ പറ്റില്ല, എയർപോർട്ട്സിൽ പറ്റില്ല. അപ്പോൾ ആൾക്കാർക്ക് പൊതുവെ ടെൻഡൻസി എൻ്റെ ഒരു കണക്കൂട്ടിൽ കുറേ കുറഞ്ഞിരിക്കുന്നു. അതേപോലെ ഈ ഡ്രഗ്സിൻ്റെയും ഇതും ഒരു പരിധി വരെ ഇപ്പോൾ അത് ഒരു എസ്കേപ്പിസ്റ്റ് ഇതാണ്. കാരണം പല ആൾക്കാരും ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ വലിയ ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സൊളാസായിട്ട് പലപ്പോഴും ഡ്രഗാണ് വന്നിട്ടുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. അത് ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഈ കോവിഡ് കഴിഞ്ഞിട്ട് ജോലി നഷ്ടപ്പെട്ട കുറേ പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞാൻ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് വല്ലാതെ ഡിപ്രഷനിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ പണി? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എനിക്ക് ഐ ടിയുടെ ടെക്നിക്കൽ സൈഡ് അറിയില്ല. അപ്പോൾ അതിൽ ഒരു ഡിവിഷൻ അയാളുടെ ക്വാളിഫൈഡ് ഇൻ സം പാർട്ട് ഓഫ് ഐ ടി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പോലത്തെ വേറെ ആൾക്കാരുണ്ടോ? അപ്പം നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ പല രാജ്യത്തും ഇതേപോലത്തെ ആൾക്കാരുണ്ട്. ദ യുണൈറ്റഡ് ആൻഡ് ദ മെയ്ഡ് $100,000 in 1 month. അവരൊരു ഗ്രൂപ്പായി തുടങ്ങി. എന്നിട്ട് അവരുടെ പിന്നെ സ്കിൽസ് ഓഫർ ചെയ്തു, ആൾക്കാരെ ഹയർ ചെയ്തു, ദേ മെയ്ഡ് മണി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു ഡോറ് ക്ലോസ് ചെയ്തൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ നോക്കുക, നമ്മുടെ ഇടയിൽ, നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അറിയുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇതേപോലെ ഇരിക്കുന്ന ആൾക്കാരെ കോൺഗ്ലോമറേറ്റ് ഇത് ചെയ്യാം. അപ്പോൾ കുറേ സെൽഫ് ഹെൽപ്പ് വേണം. ഇപ്പോൾ നമ്മൾ തന്നെ എനിക്കെന്ത് ചെയ്യാൻ ചിന്തിക്കണം, അല്ലാണ്ട് ഡെസ്പെയർ അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മോള് മരിച്ചു പോയി കഴിഞ്ഞിട്ട് സീരീസ് ഓഫ് ട്രാജഡീസ് ഉണ്ടായി. ഐ കൺവേർട്ടഡ് ഓൾ മൈ പെയിൻ ടു പേർപ്പസ്. അല്ലെങ്കിൽ ഇന്ന് മോഹൻജിയില്ല. അല്ല, എത്ര പേർക്ക് അങ്ങനെ സാധിക്കും? അത് സാധിക്കണം. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവും, മറ്റുള്ളവരുടെ ബാധ്യതയാവും. ഒരിക്കലും ആരും ബാധ്യതയാവരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30,000 ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് ഇവിടെ. വിസ എക്സ്റ്റെൻഡബിൾ അല്ല. അപ്പോൾ ഉള്ള സമയത്ത് സ്വന്തം കാലിൽ നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു സത്യം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇറ്റ്സ് വേസ്റ്റഡ് അല്ലേ? അല്ല, പലപ്പോഴും ഈ പണം ഉണ്ടാക്കാനല്ലേ നമ്മുടെയൊക്കെ ഓട്ടം അല്ലേ? അത് ട്രെയിനിങ് അങ്ങനെയാണ്. പക്ഷെ അതല്ല സത്യം. പണത്തിൻ്റെ അപ്പുറത്തൊരു സന്തോഷം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണം ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടേക്ക് എത്തുന്നില്ല, സന്തോഷത്തിലേക്ക് എത്തുന്നില്ല. പണം ഉണ്ടാക്കുമ്പോഴേക്കും ഒരു കഥയുണ്ടല്ലോ, ഒരു പരുന്തിന് ഒരു ഇറച്ചി കഷ്ണം കിട്ടി. അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് കാക്കകളെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ പരുന്തിന് മനസ്സിലാവില്ല എന്തിനാണ് എല്ലാവരും കൂടെ എൻ്റെ പിന്നാലെ കൂടിയെന്ന്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അയക്ക് മനസ്സിലായി, അയാളെ കൊക്കിലിരിക്കുന്ന സാധനത്തെ അവൾക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ അത് താഴ്ത്തിട്ടപ്പോൾ ഈ കാക്കകളൊക്കെ പോയി.
അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വരികയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ കുറേ കാക്കകൾ ചിലപ്പോൾ വരും, ചുറ്റും കൂടും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതിന് നമ്മൾ ഷെയർ ചെയ്യേ പറ്റുള്ളൂ. നമ്മളെന്താണോ കിട്ടിയത് അത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എൻ്റേതെന്ന് വെച്ചിരിക്കുമ്പോഴാണ് നമുക്കായിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നമ്മളെല്ലാം ഇട്ടിട്ട് പോയില്ല ഇവിടെ. അപ്പോൾ ഉള്ളത് ഷെയർ ചെയ്യുക. നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടും, ഇന്നർ റിച്ച്നെസ്സും കൂടും. അപ്പോൾ നമുക്ക് കൂടുതൽ ബാലൻസ് വരും, ലോകത്ത് പ്രസക്തി വരും, റെലവൻസ് വരും. അതാണ് നമ്മുടെ നെറ്റ്വർത്ത് ജീവിച്ചിരിക്കുമ്പോൾ. നമ്മുടെ ഗ്രീവൻസസിനൊക്കെയുള്ള ഒരു റെമഡിയാണോ ആത്മീയതയിൽ അഭയം പ്രാപിക്കുന്നത്? ഇസ് ഇറ്റ് എ സൊല്യൂഷൻ? ആത്മീയത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മാരേജാണ്. ഒന്ന് ഗ്രോസ്, ഫിസിക്കൽ ബോഡി, നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന എനർജി. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ജീവിതമുള്ളത്. ആ എനർജി വിട്ടു പോകുമ്പോഴാണ് മരണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. അപ്പോൾ ഈ ബോഡിയിലേക്ക്, നമ്മുടെ ശരീരത്തിനും ആ ശരീരം എക്സ്പ്രസ് ചെയ്യുന്ന പേഴ്സണാലിറ്റിക്കും ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പില്ല. പക്ഷേ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ, നമ്മുടെ ഈ ആത്മാവും ശരീരവും കൂടി ചേരുമ്പോൾ ജീവിതം വരുന്ന പോലെ തന്നെ അത് വിട്ടു പോകുമ്പോൾ മരണവും വരുന്നുണ്ട്. ഇത് രണ്ടും ഇതിൽ പ്രത്യേകിച്ച് ആഹ്ലാദിക്കാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല. കാരണം അതൊരു പ്രകൃതി നിയമമാണ്. നമ്മൾ ആ ഉള്ളിലുള്ള ആ എനർജി ഉണ്ടെന്ന് അറിയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വെറുതെ അറിയുക, എൻ്റെ ഉള്ളിലൊരു എനർജി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയായി. അതാണ് ആത്മീയത. ആ അറിവ് മാത്രമാണ് ആത്മീയത. പിന്നെ അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും തോറും നമുക്ക് മറ്റുള്ളവരുടെ ഉള്ളിൽ ഉള്ള എല്ലാ എനർജിയും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മുഖം കാണില്ല, നമ്മുടെ പോലെ തന്നെ ഒരു വ്യക്തി നടക്കുന്നതായിട്ടേ കാണുകയുള്ളൂ. അതിൽ ജാതി മതം ഒരു കാര്യമില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള ലെവലിൽ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ സ്ഥലത്തുണ്ട്, കുറച്ച് കഴിഞ്ഞ് ഉണ്ടാവില്ല. 100 കൊല്ലം എടുത്ത് നോക്കുക, ഇനി ഇവിടുന്ന് ഇന്ന് ജനിച്ച കുട്ടി പോലും ഉണ്ടാവില്ല, പോയിണ്ടാവും. അത് ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ട്. നേച്ചർ എല്ലാം പഠിച്ചെടുത്ത് കൊണ്ട് കളയും. അത് അവരുടെ ഓർമ്മ പോലും ഉണ്ടാവില്ല. അവസാനം നമ്മുടെ ഓർമ്മ പോലും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ആർക്കും. അപ്പോൾ ഈ പ്രസക്തി എന്നുള്ളത് വളരെയധികം ടെമ്പററിയാണ്. അത് ഈ സമയത്തും സന്ദർഭത്തിലേ ഉള്ളൂ. ആ ലെവലിൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ശരിക്കും ആത്മീയമാണ്. അല്ലാണ്ട് പ്രാർത്ഥന, പൂജ അങ്ങനത്തെ കാര്യങ്ങളല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷനും മറ്റുള്ള പലതിനും വേണ്ടിയിട്ടാണ് ചെയ്യണത്. ചിലർ വിചാരിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് ഞാൻ സ്പിരിച്വൽ, അങ്ങനെയല്ല. അതല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലെവലിലുള്ള ഒരു അവബോധമാണ്, അവയർനെസ്സാണ്. ഈ അവയർനെസ്സിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഈ എനർജി ഉണ്ട്, അതുള്ളിടത്തോളം കാലം എനിക്ക് ലൈഫുണ്ട്. ആ ലൈഫ് ഉള്ളിടത്തോളം കാലം ഞാൻ സ്പിരിച്വലുമാണ്. കാരണം ആ കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്പിരിറ്റുമായിട്ടുള്ള കണക്ഷനാണ് സ്പിരിച്വാലിറ്റി. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മൂവിങ് എനർജി. നമ്മുടെ ഉള്ളിൽ 2 എനർജിയല്ലേ ഉള്ളത്. ഒന്ന് മൂവിങ് എനർജി, അത് പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന. ആ പ്രാണ അതിൻ്റെ എനർജി. പിന്നെ ഒന്നുള്ളത് അതിൻ്റെ സോഴ്സ് എനർജി. ഇത് രണ്ടുമാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് വിട്ടു പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ സ്പിരിച്വാലിറ്റി എല്ലാവരും സ്പിരിച്വൽ, എൻ്റെ അഭിപ്രായത്തിൽ. ആരും അല്ലാണ്ടില്ല. അറിയില്ല എന്നേ ഉള്ളൂ ചില ആൾക്കാർക്ക്. അത് ആ ലെവലിൽ പലരും വിചാരിക്കുന്നത് സ്പിരിച്വാലിറ്റി റിലീജിയനും ഒന്നാണ്. അങ്ങനെയല്ല. റിലീജിയൻ റോഡ് മാപ്പാണ്. അത് ആരോ സെറ്റ് ചെയ്തതാണ്. പക്ഷേ സനാതനത്തിൻ്റെ അങ്ങനത്തെ റോഡ് മാപ്പ് പോലും ഇല്ല. ഒരു ഓർഡറില്ലല്ലോ. സനാതന ധർമ്മത്തിന് ആരാ രചിച്ചത്? ആരുമില്ല. പിന്നെ വേദ, ഉപനിഷത്ത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തീസിസ് വർക്ക്സ് ആണ്. അത് വലിയ മഹർഷിമാർ ഋതംബര ബുദ്ധി ലെവലിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്രീക്വൻസിയുടെ ടോണും ടെക്സ്ചറും കാര്യങ്ങളും കണ്ടുപിടിച്ചാണ്. ആ ഫ്രീക്വൻസി മുഴുവൻ ഒരു സോഴ്സ് ഉണ്ട്. അത് ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൈവം എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ മാഷ് പോലെയാണ്. വടിയൊക്കെ പിടിച്ചിട്ട് നീ നല്ലത് ചെയ്തു, അപ്പം നിനക്ക് ഞാൻ കുറച്ചധികം തരാം, നീ മോശം ചെയ്തു ഞാൻ അടിക്കും എന്ന് പറയുന്ന അങ്ങനെ ഒരു ദൈവമല്ല. പ്രൊവൈഡിങ് ആണ്, മെയിൻറ്റെയിനിങ് ആണ് എല്ലാം. സൂര്യൻ്റെ പോലെ. സൂര്യൻ സോഴ്സാണല്ലോ. സൂര്യൻ്റെ ശക്തി കൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നു, അത് നിലനിൽക്കുന്നു, അത് ലയിച്ചും പോകണം സൂര്യൻ്റെ ശക്തി വെച്ചിട്ട്, അല്ലെങ്കിൽ എനർജി, ഊർജ്ജം വെച്ചിട്ട്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഓപ്പറേറ്റിംഗ് ലെവലും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ന്യൂട്രലാണ്. നമ്മുടെ ആത്മാവ് പോലെ. ആത്മാവ് ഒരിക്കലും പറയുന്നില്ലല്ലോ അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന്. അപ്പോൾ ആത്മാവിനും ന്യൂട്രലാണ്. ഒരു ഗുരു അങ്ങനെയല്ലേ, നല്ല ഗുരു, സദ്ഗുരു. എങ്ങനെയാ അവരൊരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്, അത് എക്സ്പീരിയൻസ് ചെയ്യണോ, ചെയ്തോളൂ. കാരണം ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പീരിയൻസ്, അനുഭവത്തിന് വേണ്ടി മാത്രമാണ്. എല്ലാ അനുഭവങ്ങളും ഉണ്ടാവണം. അനുഭവങ്ങൾ ഉണ്ടാവണം. ആ അനുഭവങ്ങളുടെ സ്റ്റോറേജ് ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റോറേജ്. നമ്മൾ ചൂസ് ചെയ്യുക അല്ല, നമ്മളെ എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചൂസ് ചെയ്യുന്നതല്ലോ. ഇപ്പം നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യുന്ന അറിയില്ലല്ലോ. മുമ്പേ നമ്മൾ മീറ്റ് ചെയ്തു, ഇനി എത്ര കാലം നമ്മൾ മീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് കണക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു നമുക്കറിയില്ലല്ലോ. ഇതാണ് സർപ്രൈസ് ഓഫ് ലൈഫ്.
ജീവിതത്തിൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട് അങ്ങനെ. അത് നമ്മളൊരു സമയത്ത് കൊണ്ട് കാണിക്കുന്നു, പരിചയപ്പെടുത്തുന്നു, ചിലപ്പോൾ ഒരു സമയത്ത് ആ പരിചയം എടുത്ത് മാറ്റുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകണം. ഈ ലെവലിലാണ് ജീവിതം മുഴുവൻ പോകുന്നത്. അപ്പോൾ എന്ത് എന്നുള്ളൊരു വൈ എന്നുള്ളൊരു സംഭവം ഇല്ല. വൈ ഈസ് ഈക്വൽ ടു കർമ്മ, കർമ്മ ഈസ് ഈക്വൽ ടു വൈ, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ജീവിതത്തിൽ ആകെ നമ്മുടെ ഏണിങ് എക്സ്പീരിയൻസ് ആണ്, ആകെയുള്ള സേവിങ് മെമ്മറിയാണ്. പിന്നെ ഇത് ഈ ഒരു ആത്മാവ് വേറെ തലത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നതും ഈ മെമ്മറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് സേവിങ്സ് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അത് ഈ മെമ്മറി മാത്രമേ ഉള്ളൂ, ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. സേവിങ്സ് അല്ലെങ്കിൽ ഏണിങ്സും എക്സ്പീരിയൻസും ഉള്ളൂ. പിന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പ്രഷൻസാണ്. നമ്മൾ എന്താണോ അതാണ് നമ്മൾ പുറത്തേക്ക് സ്പെൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ അറിയാണ്ട് ഞാൻ എന്താണോ അതാണ് പുറത്തെ ലോകം കാണുന്നത്, അതേ കാണിക്കാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ അനിൽജിയായിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം യു ആർ ഓൾറെഡി യു. അപ്പോൾ അതാണ് ഞാൻ ബി യു പറയണത്. നമ്മളായിട്ട് പൂർണ്ണമായിട്ട് നിൽക്കുക, അതിൽ സ്റ്റെബിലിറ്റി, അതിൽ എല്ലാം ഉണ്ട്. നമുക്ക് വീക്ക്നെസ് ഉണ്ടാവും, നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. എല്ലാവർക്കും വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഉണ്ട്. ആരും പെർഫെക്റ്റ് അല്ല ലോകത്ത്. നമുക്ക് പിന്നെ നന്മകളും തിന്മകളും ഇല്ലാത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ പുറത്ത് കാണിക്കില്ല എന്നേ ഉള്ളൂ ആൾക്കാർ. 3 ഫേസ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഒന്ന് പുറത്ത് കാണിക്കുന്ന ഫേസ്, ഒന്ന് വീട്ടിൽ കാണിക്കുന്ന ഫേസ്, ഒന്ന് ആരും കാണിക്കാത്തൊരു ഫേസ്. ഈ 3 മുഖമുണ്ട് നമുക്ക്, എല്ലാവർക്കും ഉണ്ട് അത്. അപ്പോൾ പുറത്ത് കാണുന്നതല്ലേ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. ലോകത്ത് അങ്ങിങ്ങായിട്ട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഉണ്ട്, അതെ. അപ്പോൾ ഒരു ശാശ്വത സമാധാനം, വിശ്വശാന്തി, അതൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ? ഓണസ്റ്റ് ഒപ്പീനിയൻ ഈ ആറ്റിറ്റ്യൂഡിൽ പറ്റില്ല. കാരണം ഈ ഡിവിഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പല ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ നേച്ചർ കൺസർവേഷൻ. ഇപ്പം നമ്മൾ വേൾഡ് ട്രൈബൽ അലയൻസ് ഫോം ചെയ്തിട്ടുണ്ട് ലണ്ടനിൽ. എല്ലാ ലോകത്തെ ട്രൈബുകളെയും കൂട്ടിച്ചേർക്കുകയാണ്. അതിൻ്റെ ഒരു പ്രൊവക്കേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിൽ നമ്മുടെ ലാൻഡിൻ്റെ ചുറ്റും ഫോറസ്റ്റാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ കൺട്രോൾഡ് ഫോറസ്റ്റ് ഫയർ കൊണ്ടുവരണം, എന്നിട്ട് ആ ഫോറസ്റ്റ് ഫയർ വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന അഗ്നി കണ്ടെയ്ൻ ചെയ്യണം പറഞ്ഞു. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ കൺട്രോൾഡ് ഫോറസ്റ്റ് ഫയർ കൺട്രോളബിൾ അല്ല, ചുരുക്കം പറഞ്ഞു. അത് അവിടെ ഇരിക്കുന്ന പക്ഷിമൃഗാദികളൊക്കെ നശിപ്പിക്കും. അപ്പോൾ അതിനകത്ത് എത്ര ഇപ്പോൾ കോക്കയൊക്കെയുണ്ട്. കോക്ക വളരെ എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്, നമ്മുടെ കാട്ടിനകത്തുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ മരിച്ചു, ഇതെല്ലാം മരിച്ചു. ഐ വിൽ നോട്ട് ഡു ഇറ്റ്. അപ്പോഴേ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഈ ഫോറസ്റ്റ് ഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നു ടു പ്രിസർവ് ഫോറസ്റ്റ്. അപ്പോൾ ഈ ആദിവാസികളും ട്രൈബൽ ആൾക്കാർ എങ്ങനെ ചെയ്തിരുന്നു? അവരൊരിക്കലും ചെയ്തിരുന്നില്ലല്ലോ അത്. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ബ്രസീലിയൻ ചില ട്രൈബ്സ് ഉണ്ട്, നമ്മുടെ ഇപ്പോൾ അവരായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 7 ദിവസമൊക്കെ റോ ചെയ്ത് പോകണം അവർ താമസിക്കുന്ന സ്ഥലത്തെത്താൻ, ആമസോണിൻ്റെ അകത്ത്. അവരോട് അപ്പോൾ അവർ പറഞ്ഞു മോഹൻജി യു ലീഡ് ഇറ്റ്, വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ട്രൈബൽ അലയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വന്നപ്പോൾ മറ്റേ എൻവിറോൺമെൻറ്റ് മിനിസ്റ്ററായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കത് മുമ്പിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ സുളു ട്രൈബ് ഉണ്ട്, അവിടുത്തെ ഏറ്റവും വലിയ ട്രൈബ് ആഫ്രിക്കയിലെ, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പ്രിൻസ് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലോബൽ, പിന്നെ അബോറിജിൻസ്, അപ്പോൾ ഗവൺമെൻറ് ഓഫ് സൗത്ത് ആഫ്രിക്കയുണ്ട്. പിന്നെ കേപ്പ് ടൗൺ ക്രാഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നാണ് പറയുന്നത്. അത് ഈസ്റ്റ് ആഫ്രിക്ക പറഞ്ഞിരുന്നത്, പക്ഷേ ഇവർക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട് അവർ, അതായത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഹ്യൂമൻ കൈൻഡ് തുടങ്ങിയെന്നൊക്കെ. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ മിക്കവാറും സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ ഒക്ടോബറിൽ ഈ വേൾഡ് ട്രൈബൽ അലയൻസിൻ്റെ ഫസ്റ്റ് കോൺക്ലേവ് നടത്തും. അപ്പോൾ എല്ലാ ട്രൈബൽ ഹെഡ്സും കൺട്രീസും അംബാസഡേഴ്സും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 2 കാര്യത്തിന് വേണ്ടിയിട്ട്, ഒന്ന് പ്രിസർവേഷൻ ഓഫ് കൾച്ചർ, ഒന്ന് പ്രിസർവേഷൻ ഓഫ് നേച്ചർ. ഇതിന് രണ്ടിനും പ്രിസർവേഷന് വേണ്ടിയിട്ട് അത് ഞാൻ കുറച്ചധികം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നോർവേയിലും ഇവരൊക്കെ അവിടെയൊക്കെ ഈ ട്രൈബ്സ് ഉണ്ട്, അതെല്ലാം യുണൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പല മിനിസ്ട്രീസായിട്ടും പല ഇതായിട്ടും സംസാരിച്ച് ഇവർ കൂട്ടിച്ചേർത്തിട്ട് ഉദ്ദേശം എന്താ വെച്ചാൽ എല്ലാ ഫോറസ്റ്റും എൻറിച്ച് ചെയ്യുക. അപ്പം മൃഗങ്ങൾ സർവൈവ് ചെയ്യും, ഫോറസ്റ്റ് സർവൈവ് ചെയ്യും, കാടുകൾ അനിവാര്യമാണല്ലോ, അനിവാര്യമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഒരു നേച്ചർ എന്നുള്ളതിന് ഒരു റെസ്പെക്റ്റ് കൊടുത്ത് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ് അതൊന്ന്. അതേപോലെ തന്നെ ഞാൻ ചില ഫോറംസിലുണ്ട്. ഇതേപോലെ പ്രോബബ്ലി യു ഹേർഡ് ദി നെയിം ക്രെയ്ഗ് ഫോസ്റ്റർ. അദ്ദേഹം ഓസ്കാർ അവാർഡ് വിന്നറാണ്, ഒക്ടോബസ് ടീച്ചർ എന്നൊരു ഫീച്ചർ ഫിലിം. അദ്ദേഹം ഒരു 1000 കിലോമീറ്ററോളം ഉള്ള ഒരു ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് വിത്ത് അറ്റൻബറോ, അണ്ടർ ദ വാട്ടർ, അറ്റ്ലാന്റിക് ഓഷ്യനിൽ. അപ്പോൾ അതിൽ ഞാൻ അസോസിയേറ്റഡ് ആണ്. അത് നല്ലൊരു അദ്ദേഹം ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, 1 കൊല്ലം ഡൈവ് ചെയ്തിട്ടാണ് ഈ ഒക്ടോബസ് ഫിലിം എടുത്തത്. 1 കൊല്ലം എവറി ഡേ ഹി വാസ് ഡൈവിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും അവിടെ തന്നെ അടുത്താണ്, തൊട്ടടുത്താണ് ഈ മറ്റേ കടൽ തീരത്ത്. അപ്പോൾ അവർ അങ്ങനത്തെ ചില ഗ്രൂപ്പുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ചില
ഇപ്പോൾ വേറൊരു പ്രതിഭാസം നടക്കുന്നത് ഈ റേഡിയേഷനെ കുറിച്ച് എനിക്ക് ഇവിടെ ആൾക്കാർക്ക് എത്ര അറിയുന്നറിയില്ല. നമ്മുടെ വലിയൊരു കറ്റാസ്ട്രോഫിക് ഇത് വരുന്നത് ഈ സാറ്റലൈറ്റ് റേഡിയേഷനാണ്. പക്ഷേ സാറ്റലൈറ്റ് റേഡിയേഷൻ ഇപ്പോൾ ഒരു അനിവാര്യമായ കാര്യമാണ്. കാരണം 3G 4G 5G ഇതൊക്കെ വരുന്നുണ്ട്. ആ സാറ്റലൈറ്റ് റേഡിയേഷൻ കൊണ്ട് വരുന്നത് ഒന്ന് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ആവുന്നുണ്ട്. നമുക്കിപ്പോൾ ബോഡിക്ക് വൈറ്റമിൻ ഡി പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി മിക്കവാറും ഇല്ലാണ്ടായി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആർക്കും ഉണ്ടായിട്ടില്ല പണ്ട്. ഒരു 10-20 കൊല്ലം മുന്നേ എടുത്ത വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അത് ഡോക്ടേഴ്സിന് കൂടുതൽ പറയാൻ പറ്റും, ഞാൻ ഡോക്ടറല്ല. പിന്നെ ആ ഒരു ഡെഫിഷ്യൻസിയുടെ വൺ ഓഫ് ദ മെയിൻ കോസ് ഈ സാറ്റലൈറ്റ് റേഡിയേഷൻ ആണ്. അപ്പോൾ അതിന് കുറച്ച് സയൻറ്റിസ്റ്റ് ഇതിൻ്റെ ഒരു ആൻറ്റിഡോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ വേറെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലോകത്ത്. അത് ലോകത്തിന് പൊതുവേ ഒരു നന്മ ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഈ സാറ്റലൈറ്റ് റേഡിയേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസ് ബ്ലൂ വെയിലാണ്. കാരണം പ്ലാങ്ക്ടൺ മരിച്ചുകൊണ്ട്, പ്ലാങ്ക്ടൺ വളരെ സട്ടിൽ ഒരു ഓർഗാനിസമാണ്. പ്ലാങ്ക്ടൺ കടലിൽ ഈ റേഡിയേഷൻ വന്ന് പതിക്കുന്ന കടലിൽ ഈ പ്ലാങ്ക്ടൺ സർവൈവ് ചെയ്യില്ല. അത് സർവൈവ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലൂ വെയിലിൻ്റെ മെയിൻ ഭക്ഷണം അതാണ്. ബ്ലൂ വെയിൽസ് ഇല്ലെങ്കിൽ ആ ഫുൾ ഇക്കോസിസ്റ്റം നശിച്ചു. ആ ബ്ലൂ വെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുറേ ഉണ്ട്. ആ ഇക്കോസിസ്റ്റം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇപ്പോൾ ഡച്ച് സയൻറ്റിസ്റ്റ് ഉണ്ട്, അമേരിക്കൻ, അങ്ങനെ അവർ കുറേ കാര്യം അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസിൽ ഞാൻ ആക്ടിവിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അനിൽജി ചോദിച്ച ക്വസ്റ്റ്യൻ്റെ നമുക്ക് എന്തുകൊണ്ട് ഒരു ശാന്തി ഉണ്ടാവില്ല, അതിനൊരു സിമ്പിൾ ആൻസർ ശാന്തിയിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഡു യു ബിലീവ്. നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയാണ് നമുക്ക് പീസ് ഉണ്ടാവാന്ന് വെച്ചാൽ ഇങ്ങനെയല്ല ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മൾ മതം ഇത്ര കൂടുതൽ സംസാരിക്കരുത്. മതം പേഴ്സണലി ഫോളോ ചെയ്തോളൂ. എൻ്റെ മതം നിങ്ങൾക്കും നിങ്ങളുടെ മതം എനിക്കെന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യത്തിൽ ഫോളോ ചെയ്തോളൂ. സ്പിരിച്വാലിറ്റി എങ്കിൽ സ്പിരിച്വാലിറ്റി, പക്ഷെ ഒരാളെ ഉപദ്രവിക്കരുത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യമുണ്ടല്ലോ, അത് ഞാൻ സപ്പോർട്ട്. എനിക്ക് ബംഗ്ലാദേശിൽ അറിയുന്ന ഒരുപാട് എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട് ബംഗ്ലാദേശിൽ. അതിൽ അവിടെ വലിയ അട്രോസിറ്റിയാണ് നടക്കണേ. ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്യുന്നു, കൊല്ലുന്നു, എത്ര പേര് മരിച്ചു എന്നറിയോ? ഞാൻ അതിൻ്റെ മുകളിലൊരു വീഡിയോ വരച്ചിരുന്നു. ആ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ സംസാരിച്ചു കുറേ പേരോട്. അപ്പോൾ ആരും വോയിസ് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുന്നില്ല. ഞാൻ പറയണത് ഈ ഏത് സ്പിരിച്വൽ ലീഡറാണെങ്കിൽ, ഞാൻ അന്ന് ഐ ഡോണ്ട് നോ വെദർ യു ഹേർഡ് പാർലമെൻറ്റ് ഓഫ് ഓൾ റിലീജിയൻസിൽ ഞാനൊരു സ്പീച്ച് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ഗ്യാരണ്ടി ലോകത്തിൽ എൻ്റെ ആൾക്കാർ ഒരാളെ ഉപദ്രവിക്കില്ല, കൊല്ലില്ല, ഉപദ്രവിക്കുകയില്ല. അത് ഞാൻ എൻ്റെ ഗ്യാരണ്ടിയാണ്. എൻ്റെ ഫോളോവേഴ്സിൻ്റെ വെൽബീയിങ് എൻ്റെ ഗ്യാരണ്ടിയാണ്. അവരുടെ ബിഹേവിയർ പാറ്റേൺ എൻ്റെ ഗ്യാരണ്ടിയാണ്. അങ്ങനെ ഒരു എക്സ്ട്രീം നേച്ചറിൽ ആരെങ്കിലും എൻ്റെ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇപ്പോൾ എല്ലാ റിലീജിയസ് ഹെഡ്സും അവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു തീരുമാനം എടുക്കുകയാണ്, എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ ഉപദ്രവിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ വേൾഡ് പീസ് ഉണ്ടാവും. വേൾഡ് പീസ് ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് ചെയ്യുന്നില്ലല്ലോ. ഒരു തെറ്റ് കാണുമ്പോൾ അത് തെറ്റെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ വേറൊരാളെ ബ്ലെയിം ചെയ്യാനാണ് നോക്കുന്നത്. അതായത് ഞാൻ എൻ്റെ കാലിൽ രണ്ട് കാലിൽ മന്തുണ്ട്, പക്ഷെ അവിടെയുള്ള കാലിൽ ഒരു കാലിൽ മന്തുണ്ടെന്ന് പറയണ വോട്ടാത്. അപ്പോൾ നമുക്ക് നമ്മുടെ UN ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒക്കെ വല്ല് പോയില്ലേ? യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഡിക്ലറേഷൻ എടുത്ത് നോക്കോ. ഐ എം ബീങ് വെരി ഫ്രാങ്ക്. അഫ്ഗാനിസ്ഥാനിൽ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അവർ അവിടെ നിന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീഡിയോയിൽ കണ്ടാണ്. അവരെന്താ പറഞ്ഞത്? ഓൾ ദ കൺട്രീസ്, എല്ലാ രാജ്യങ്ങളും റെസ്പോൺസിബിൾ ആകണം, എത്രയും കൂടുതൽ റെഫ്യൂജീസിനെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ എന്താ പറയുക അറിയോ? എല്ലാ രാജ്യങ്ങളും റെസ്പോൺസിബിൾ ആവണം, റെഫ്യൂജീസ് ഉണ്ടാവരുത് ലോകത്തുനിന്ന്, അല്ലേ? എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാനാണ് താല്പര്യം. എനിക്ക് വേറൊരു രാജ്യത്ത് വേറൊരാളുടെ വീട്ടിൽ കിടന്നുറങ്ങാനല്ല താല്പര്യം. അതങ്ങനെയാണ് എല്ലാവരും. ബ്രിക്സ് അവാർഡിലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരു ഹിപ്പോക്രസി ലെവലിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ബോർഡ് റൂമിൽ നിന്ന് സംസാരിച്ച് നേച്ചറിലേക്ക് എത്തുന്നില്ല. ബോർഡ് റൂമിൽ തന്നെ ഇരിക്കുന്നത്, അതായത് ഒരു ക്ലോസ്ഡ് ഡോറിൽ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാണ്. അത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. നേച്ചർ തിരിച്ചിങ്ങോട്ട് വരണം. അതായത് പുറത്തുള്ള കാര്യങ്ങൾ ബോർഡ് റൂമിനകത്തും വരണം. എല്ലാവരും കേൾക്കണം, എല്ലാവരും അതിന് പ്രവർത്തിക്കണം. അപ്പം ന്യൂക്ലിയർ ആംസ് റേസ് നടക്കുന്നുണ്ട് ലോകത്ത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഈ ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള എല്ലാ വെപ്പൺസ് വേണ്ട. അത് പീസ്ഫുൾ ഇതിന് വേണമെങ്കിൽ തന്നെ ഒരു റിസർവോയർ പൊട്ടിത്തെറിച്ചാൽ തന്നെ ഒരു ഏരിയ പോകും. അത്രയും നമ്മൾ സിറ്റിംഗ് ഓൺ ഡെത്താണ്, മരണത്തിൻ്റെ മുകളിലായിരിക്കുന്നത്.
ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പീസ്ഫുൾനെസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഡ്രഗ് കമ്പനികൾ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തുന്ന പോലെയും ആൻറ്റി ന്യൂക്ലിയർ ക്യാമ്പയിൻ ന്യൂക്ലിയർ കൺട്രീസ് നടത്തുന്ന പോലെയും എല്ലാം ഹിപ്പോക്രസി ലെവലിലാണ്, ഒരു സൂപ്പർഫിഷ്യൽ ലെവലിലാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്നതാണെങ്കിൽ ആത്മാർത്ഥമായി ചെയ്യണം. ശാന്തി സമാധാനം എന്നുള്ളൊരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം. അതിന് റിലീജിയസ് ലീഡേഴ്സും സ്പിരിച്വൽ ഹെഡ്സും റെസ്പോൺസിബിൾ ആയിരിക്കണം. റെസ്പോൺസിബിലിറ്റി എടുത്തേ പറ്റൂ. അവർ എൻ്റെ ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവില്ല എന്ന് ഗ്യാരണ്ടി കൊടുക്കണം ലോകത്ത്. അങ്ങനെ നമ്മൾ എല്ലാ മത നേതാക്കളും ഗ്യാരണ്ടി കൊടുത്താൽ ഒരിക്കലും മതത്തിൻ്റെ പേരിൽ ആരും കൊല്ലൂല, ആരും മരിക്കില്ല. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ചെകുത്താനെന്താ ജോലി അല്ലേ? ഇപ്പം സൈറ്റൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഉപദ്രവിക്കലും നശിപ്പിക്കലുമാണ്. പക്ഷെ ഇപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എന്താ പണി? അതോ ഹിപ്പോക്രസി പാടില്ല. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിരിക്കണം, അല്ലെങ്കിൽ ചെയ്യരുത്, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. ആ ഒരു ഓണസ്റ്റി എങ്കിലും നമ്മൾ കാണിക്കണം. ലോകം ഭാരതത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയല്ലേ ഇത്, അല്ലേ? ഒരു വിശ്വഗുരു സ്ഥാനത്ത് ഭാരതം എത്തിയിരിക്കുന്നു. ഇപ്പം ഈ പല സംഘർഷങ്ങളിലും മീഡിയേഷൻ വഹിക്കാൻ ഭാരതമാണ് അർഹതപ്പെട്ടത് എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുന്നു. അത് വലിയൊരു നേട്ടം തന്നെയല്ലേ? വലിയ നേട്ടമാണ്. മാത്രമല്ല ആ ഒരു വിശ്വാസം ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും. ആരെയും വിശ്വസിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു റേ ഓഫ് ഹോപ്പ് വന്നാൽ നമുക്ക് എങ്ങനെയുണ്ടാവും അല്ലേ? നമ്മൾ കംപ്ലീറ്റ് 100% ഇരുട്ടിലിരിക്കുകയാണ്. ഒരു വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം മതിയല്ലോ നമുക്ക്. ആ ഹോപ്പ് മതി സർവൈവ് ചെയ്യാൻ. അത് ഹിറ്റ്ലറുടെ കഥയിലില്ലേ, ചില ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ട് ഒരു ദിവസം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്ത് കിടക്കുന്ന അവരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും വിശ്വാസമില്ലാത്തവരൊക്കെ മരിച്ചിട്ടുണ്ട്. അതൊരു കേസ് സ്റ്റഡി ഉണ്ട്. അതായത് ഏറ്റവും ഡാർക്കായിട്ടുള്ള സ്റ്റേറ്റാണ്, കാരണം കൊല്ലും എന്നുള്ളത് ഉറപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഹിറ്റ്ലറുടെ. അവിടെ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ സർവൈവ് ചെയ്യുന്ന അവരൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസം, നമ്മുടെ ഉറപ്പ് അത് തന്നെയാണ്. ഞാനും അത് തന്നെയാണ്. ഞാൻ അട്ടർ ഡെസ്പയറിലുള്ള സമയത്താണ് എൻ്റെ പെയിനുകൾ, വേദനകളെ മുഴുവൻ ഞാൻ ഒരു പർപ്പസാക്കി മാറ്റി. അതുകൊണ്ട് ഇന്ന് മോഹൻജിയുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്താൽ നടക്കും. കുംഭമേള നടക്കുകയാണ്. അതെ, കുംഭമേളയെ കൂടി പരാമർശിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. ഏറ്റവും പ്രസക്തമായിട്ടൊരു സമയം, ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു സംരംഭം, അതിൻ്റെ ആക്ടിവിറ്റി. അത് മാത്രമല്ല, അത് പ്രയാഗ്രാജിൽ നടക്കുന്നതിന് ഒരു ഇതുമുണ്ട്. നമ്മളിപ്പോൾ സൻസദ് ഉണ്ടായി. അത് ഈ കുംഭമേളയുടെ ഇതിലായിരുന്നു. യോഗി ആദിത്യനാഥിൻ്റെ ഗ്രൂപ്പ്. ഞാനതിൽ സംസാരിച്ചു. 23 ഡൽഹിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു സൻസദ്. അത് എല്ലാ മഹാമണ്ഡലേശ്വേഴ്സും ഉണ്ടായിരുന്നു, ശങ്കരാചാര്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശങ്കരാചാര്യർ ഇതിൻ്റെ പർപ്പസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദി ശങ്കരാചാര്യർ ഇതിൻ്റെ പർപ്പസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ നേടിയോ അതിവിടെ കൊടുത്തിട്ട് പോകണം, ആത്മീയത പോലും, ആണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ തപസ്സിരിക്കുന്ന മഹർഷിമാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെറുതെ ഇരുന്ന് തപസ് ചെയ്താൽ പറ്റില്ല, നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അത് കൊടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ്, ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല. അല്ല, അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥ ആർക്കുമില്ല, എന്തെങ്കിലും ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾക്കൊന്നുമില്ല, വസ്ത്രം പോലും ഇല്ല. അല്ല, അങ്ങനെയല്ല. അപ്പം എന്താ ഞങ്ങൾക്കുള്ള തപശക്തി പകർന്നു കൊടുക്കണം പറഞ്ഞു. അപ്പോൾ തപശക്തി പകർന്നു കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കും? അപ്പോൾ ആദി ശങ്കരാചാര്യർ പറഞ്ഞു, എലിജിബിൾ, അർഹതപ്പെട്ടവർക്ക്. ആരാണ് അർഹതപ്പെട്ടത്? ഉള്ളിലൊന്നും ഇല്ലാത്തവർ, എംറ്റി ആയിരിക്കുന്നവർ. അതായത് നമ്മുടെ ഉള്ളിലൊന്നുമില്ല, പൂർണ്ണമായിട്ടുള്ള എംറ്റി ഗ്ലാസ്സാണ്, അവർ അർഹതപ്പെട്ടവരാണ്, പകർന്നു കൊടുക്കണം. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ ചോദിച്ചു, എവിടെ വെച്ച് കാണാൻ പറ്റും, എവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും? കുംഭമേളയിൽ വരാൻ പറഞ്ഞു. അപ്പോൾ കുംഭമേളയിൽ നിറഞ്ഞിരിക്കുന്നവരും നിറയാത്തവരും അവിടെ ഉണ്ടാവും. അവരപ്പോൾ എങ്ങനെ കണ്ടുമുട്ടും? അവർ അറിഞ്ഞ് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് മോക്ഷം അല്ലെങ്കിൽ നമ്മൾ ആത്മീയത ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണത്. ഇത്തവണ മോഹൻജി ഫൗണ്ടേഷൻ അവിടെ സ്പേസ് ഉണ്ട്. അതെ, നമുക്ക് നമ്മുടെ തന്നെ വില്ലേജ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്, ക്യാമ്പ് ഉണ്ട്. ഇത്തവണ ആദ്യമായിട്ടാണ് കുംഭമേളയിൽ. അപ്പോൾ അത് നല്ല, പിന്നെ നമ്മുടെ ഗ്രൂപ്പ് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു, ഏറ്റവും പ്രൊഫഷണൽ, ഇതിൽ കൂടുതൽ പ്രൊഫഷണൽ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വേസ്റ്റ് റിമൂവൽ തുടങ്ങിയിട്ട് പ്ലാനിങ്, അലൊക്കേഷൻ എല്ലാം ഡിഫൈൻഡ്, വെരി വെൽ സയൻറ്റിഫിക്കലി ഡിഫൈൻഡ്. അപ്പോൾ അവർ വളരെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അത് ഞാൻ മുമ്പ് പ്രയാഗ്രാജിൽ 2019 ഞാൻ അനുഭവിച്ചതാണ്. അവരുടെ വളരെ ഡിസിപ്ലിൻഡാണ്, വേസ്റ്റും ഇല്ലയോ, എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത്. കാരണം 50 കോടി ജനങ്ങളാണ് വരുന്നത്.
അത് ഒരു വലിയ ലോകത്ത് ഇങ്ങനത്തെ ഒരു ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കൺട്രിക്ക്. ഇതേപോലത്തെ ഒരു ലോജിസ്റ്റിക്സ് ഇല്ല. 50 കോടി ജനങ്ങൾ വരുന്നു, അവരെല്ലാവരും സ്നാനം നടത്തി തിരിച്ചു പോകണു, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നു. ഇതിനുള്ള കംപ്ലീറ്റ് തയ്യാറെടുപ്പുകളും ഭക്ഷണമാണെങ്കിലും വേസ്റ്റ് റിമൂവലാണെങ്കിലും എല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അത് അവർ അത്രയും നീറ്റായി ചെയ്യുന്നുണ്ട്, വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. മാത്രമല്ല അവരുടെ ആ ഒരു അർപ്പണ ബോധം ഉണ്ടല്ലോ, ഒരു നോൺ പ്രോഫിറ്റ് ആറ്റിറ്റ്യൂഡാണ്. അത് ഇതിൽ നിന്ന് കാശുണ്ടാക്കണം എന്നുള്ളതല്ല, എങ്ങനെ സെർവ് ചെയ്യാം എന്നുള്ളതാണ്. അത് ക്ലിയറാണത്. അതിൽ നിന്ന് പൈസ വരുന്നുണ്ടാവും, ഇഷ്ടമാതിരി പൈസ വരുന്നുണ്ടാവും. ഇത്രയും വലിയ ഒരു ലോജിസ്റ്റിക്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാവും ഉറപ്പായിട്ടും. പക്ഷേ അവരുടെ ആ ഒരു ഔട്ട്ലുക്കും ആ ആറ്റിറ്റ്യൂഡും വളരെ കമൻറ്റബിളാണ്. ആദിശങ്കരൻ്റെ നാട്ടിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിലേക്കുള്ള സഞ്ചാരം, താങ്കളുടെ പ്രവർത്തന പന്താവിൽ കേരളത്തെ കൂടി ഉൾപ്പെടുത്തുക. എൻ്റെ ഹൃദയത്തിലുണ്ട്, ഞാനിവിടെ ഉണ്ട്, എപ്പോഴും മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുമുണ്ട്. വലിയ സന്തോഷം. ഈ പ്രോഗ്രാമിനും താങ്കൾക്കും എല്ലാ ആശംസകളും. ഇനിയും ഐശ്വര്യങ്ങളുണ്ടാവട്ടെ. വളരെ സന്തോഷം.